നമസ്തേ, എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരള ഹിന്ദി പ്രചാരസഭ നടത്തിയ ഓഗസ്റ്റ് 2024 ഹിന്ദി പ്രഥമ പരീക്ഷ ചോദ്യപേപ്പറാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 8-ാം തീയതിയാണ് പരീക്ഷ വരുന്നത്. എല്ലാ കുട്ടികളും ഈ ഒരു മോഡൽ നന്നായിട്ട് എഴുതി പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ 24, 25, 26 ഈ 3 മോഡൽ ക്വസ്റ്റ്യനും ആൻസർ സഹിതം വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ 3 മോഡൽ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ആദ്യമായിട്ട് പ്രഥമ എഴുതുന്ന കുട്ടികളല്ലേ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ടെൻഷനൊക്കെ കാണും. അപ്പോൾ ടെൻഷനൊന്നും വേണ്ട. ടീച്ചർ പറയുന്ന പോലെ ഇതേപോലെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, കോപ്പി എടുത്തിട്ട് അതെല്ലാം പേപ്പറിൽ എഴുതി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ എല്ലാത്തിൻ്റെയും ക്വസ്റ്റ്യനും ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ശ്രദ്ധിച്ച് കേട്ട് പഠിച്ച് പോവുക. ഓക്കെ. അപ്പോൾ ആദ്യമായി കൊടുത്തിരിക്കുന്നത് താലികാക്കെ അക്ഷരമൊക്കെ ആധാർ പർ 5 ശബ്ദ ലിഖിയെ. ഇവിടെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. ആ കോളത്തിൽ നിന്ന് വരുന്ന 4 അല്ലെങ്കിൽ 5 വാക്കുകൾ കണ്ടെത്തുക. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ 4 പറഞ്ഞിട്ടുള്ളൂ. ചില ക്വസ്റ്റ്യനിൽ 5 എണ്ണം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നേരെ നോക്കുമ്പോൾ തന്നെ വാക്കുകൾ കിട്ടും, ചിലപ്പോൾ ഓർഡർ തെറ്റിച്ച് കൊടുത്തിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാക്കുകൾ ഇതിന്ന് കണ്ടെത്താം. അപ്പോൾ ഉദാഹരണത്തിന് കിതാബുണ്ട്, ദൂക്കാനുണ്ട്, പിന്നെ കലം എഴുതാം, സടക്ക് എഴുതാം, കുർസി എഴുതാം, ഛത്രി എഴുതാം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ 4-5 വാക്കുകൾ എഴുതുക. ഇവിടെ 4 ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ 4 വാക്ക് മതി. അടുത്ത് ഇപ്പോൾ പേപ്പറിലാണ് എഴുതേണ്ടത്. പേപ്പറിൽ വരയുടെ താഴെ തന്നെ എഴുതുക. നിങ്ങൾക്ക് എക്സാം പേപ്പർ നിങ്ങളുടെ നോട്ട് ബുക്ക് പോലത്തെ ഒരു ബുക്കായിരിക്കും തരുന്നത്. അപ്പോൾ ആ പേപ്പറിൽ ആദ്യം ചെയ്യേണ്ടത് ഒരു കോളം കൊടുത്തിരിക്കും. ആ കോളത്തിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ ഏത് രജിസ്റ്റർ നമ്പറാണോ കൊടുത്തിരിക്കുന്നത് ആ രജിസ്റ്റർ നമ്പർ വേണം എഴുതേണ്ടത്. സ്കൂളിൻ്റെ പേര്, നിങ്ങൾ പരീക്ഷ എഴുതുന്ന സ്കൂളിൻ്റെ സെൻറ്റർ വേണം പരീക്ഷയായിട്ട് എഴുതേണ്ടത്. അല്ലാതെ നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൻ്റെ പേരൊന്നും എഴുതണ്ട, പിന്നെ നിങ്ങളുടെ പേരും എഴുതണ്ട. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ പ്രഥമ എന്ന് കൊടുക്കുക 2026. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് പേജിൽ ഫില്ല് ചെയ്യാനുള്ളത്. അതിനുശേഷം ആൻസർ ഷീറ്റിൽ എന്ത് ചെയ്യുക, റോമീറ്റർ 1 എന്ന് കൊടുത്തിട്ട് 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങളുടെ ആൻസർ ചെയ്യുക. ഓക്കെ. ഒരു ടെൻഷൻ ഇല്ലാതെ ചെയ്താൽ മതി. നല്ല നീറ്റായിട്ട് എഴുതുക. വരയിട്ട പേപ്പറാണ് തരുന്നത്. അപ്പോൾ അതിൽ ലൈനിന് തൊട്ട് നന്നായിട്ട് എഴുതുക. റോമീറ്റർ സെക്കൻഡിൽ വരുന്നത് സഹി ഉത്തർ ചുൻകർ ലിഖിയെ. ശരിയായ ഉത്തരങ്ങൾ സെലക്ട് ചെയ്ത് എഴുതുക. 6-മത്തത് ശുദ്ധവർത്തിനി. അതിൽ 3 വാക്ക് കൊടുത്തിട്ടുണ്ട്. ശിഷ്യ. അപ്പോൾ അതിൽ ഏതാ കറക്റ്റാണ് വരുന്നത്? സെക്കൻഡ് അല്ലേ, ശിഷ്യ. അപ്പോൾ അത് വേണം എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ഷായുടെ പകുതിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എഴുതാവൂ. വരയൊന്നും തെറ്റരുത്. തെറ്റിയ മാർക്ക് പോവും. ശ്രദ്ധിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് റാങ്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. 7-മത്തത് ഡേഷ് ആത്മീ ഹോ. അവിടെ ഹോയാണ് വന്നത്. അപ്പോൾ ആപ്പാണോ തുമ്മാണോ മേമാണോ എഴുതേണ്ടത്? ഹോ വരുമ്പോൾ എന്ത് എഴുതണം? തും അല്ലേ, തും ഹോ, മേ ഹൂം, ആപ് ഹൈ. അപ്പോൾ ഡേഷ് ആത്മീ ഹോ, നിങ്ങൾ പുരുഷനാണോ? അപ്പോൾ തും ചേർക്കുക. 8-മത്തത് കെ വാസുദേവൻ പിള്ളേജിക്ക് പത്നി കോൺ ഹെ. വാസുദേവൻ പിള്ളേജിയുടെ ഭാര്യയുടെ പേരെന്താണ്? അപ്പോൾ ഭാർഗവി അമ്മ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേര്. പ്രൊഫസർ ജെ സരോജിനി അമ്മയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര്. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് പ്രൊഫസർ ജെ സരോജിനി അമ്മ. 3-മത്തെയാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അടുത്ത 9, സച്ചി സുന്ദരത കിസ്മേഹെ. ഏതിലാണ് യഥാർത്ഥ സൗന്ദര്യം? ഫാഷനിലാണോ, സാധകയാണോ, ദുർബലതയാണോ? ഏതിലാണ് വരുന്നത്? സാധക അല്ലേ, വിനയം. സാധകയാണ് വിനയം. ദുബല ഹോഗയ, മെലിഞ്ഞു പോയി. കോൻ, ആര്? ലടുക്കയാണോ, മഹിളയാണോ, പരമഹംസാണോ? ആരാ ഇതിൽ വരുന്നത്? ലടുക്ക. അപ്പോൾ കുട്ടിയാണ് മെലിഞ്ഞു പോയത്. കാരണം എന്താണ്? കുട്ടി ഒരുപാട് മധുരം കഴിക്കുന്നു. അതുകൊണ്ട് കുട്ടിയുടെ അമ്മ എന്ത് ചെയ്തു? രാമകൃഷ്ണ പരമഹംസൻ്റെ അടുത്ത് വന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് പറയണം, മകൻ ഒരുപാട് മധുരം കഴിക്കുന്നു, അതുകൊണ്ട് മെലിഞ്ഞു പോയി അല്ലേ. അപ്പോൾ ആ കുട്ടി അദ്ദേഹം പറഞ്ഞത് കേട്ടു. 1 മാസം കഴിഞ്ഞാണ് വന്നത്. അപ്പോൾ അതാണ് ഇവിടെ വരുന്ന ആൻസർ. അപ്പോൾ ലടുക്ക. അടുത്ത റോമൻ തേർഡിൽ വരുന്നത് ഇവിടെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. 11 മുതൽ 15 വരെയുള്ള ഓരോ വാക്കും അതേ ചിഹ്നങ്ങൾ വരുന്ന വാക്കുകൾ ഇപ്പുറത്തെ കോളത്തിൽ നിന്ന് കണ്ടെത്തി എഴുതുക. കുർസി എന്ന് പറയുമ്പോൾ ഊല് വരുന്ന വാക്ക് ഏതാ വരുന്നതിൽ? കുമാർ അല്ലേ, കുർസി പോലെ കുമാർ എഴുതാം. അടുത്ത് മാമ, മായിൽ വരുന്ന വാക്ക് ഏതായാലും വരുന്നത്? ആം എഴുതാം. ദോശ, ഓയിൽ വരുന്ന ചിഹ്നം. അപ്പോൾ ഓ ഏതാ വരുന്നത്? ദോ, പടോസി. അടുത്ത് ബാസാർ, അതുപോലെ വരുന്ന ബാ, സാ, ഇർ. അതേപോലെ വരുന്ന കിനാര എഴുതാം, അല്ലെങ്കിൽ കുത്ത എഴുതാം, ആയിൽ വരുന്നത്. അടുത്ത് കേല, ഏയിൽ വരുന്ന വാക്ക്. കരേല, കേല് എന്നൊക്കെ എഴുതാം. ഇത്രയാണ് 15 വരെ വരുന്നത്. അടുത്ത 16-മത്തത് നമ്പർ ഇടുമ്പോൾ ഈ റോം ലെറ്റർ അതേപോലെ തന്നെ എഴുതുക. പിന്നെ അതിൽ കൊടുത്തിരിക്കുന്ന നമ്പർ തന്നെ കറക്റ്റായിട്ട് എഴുതണം. 16-മത്തത് വിലോം ശബ്ദമാണ്. മോട്ട. മോട്ട എന്താ? വണ്ണ അല്ലേ. അപ്പോൾ അതിൻ്റെ വിലോം ശബ്ദമാണ് ചോ. നോട്ട പത്തല, പതല, പത്തല. അടുത്ത ചോട്ട ബെഡ, മിത്ര ശത്രു. ഇപ്പോൾ ചോട്ട വലുത്, ബെഡ വലുത്.
അത് ഇൻറ്റു എഴുതണം കേട്ടോ. ഓപ്പോസിറ്റ് എഴുതുമ്പോൾ ഇൻറ്റു കൊടുക്കുക. അടുത്ത് മിത്ര എന്ന് പറഞ്ഞാൽ സുഹൃത്ത്, ശത്രു ശത്രുവിന്, ഫല നല്ലത്, ബുര ചീത്ത. അടുത്ത 17ാമത്തത് ബഹുവചനം എഴുതാനാണ്. അപ്പോൾ എഴുതുമ്പോൾ താഴെ ഇതുപോലെ ഈ 11 മുതൽ 15 വരെ എഴുതുന്നുണ്ടാവും, അതേപോലെ താഴെ വേണം എഴുതേണ്ടത്, അല്ലെങ്കിൽ തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ ദുബല എന്ന് എഴുതിയിട്ട് ഒരു ഹൈഫൺ കൊടുത്തു, ദുബല. അതിൻ്റെ ആൻസർ ദുബലേ. കിസാൻ തന്നെ, കേത്ത് തന്നെ, ശിഷ്യന്. അടുത്ത ലിംഗാണ്. ലടുക്കി എന്ന് പറയുമ്പോൾ സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ? ലടുക്കി സ്ത്രീലിംഗം. അപ്പോൾ സാടപ്പാതി 3 എന്ന് എഴുതി 2 വിസർഗ ചിഹ്നം കൊടുക്കുക. അടുത്ത് ബച്ച പുല്ലിംഗം, ധോത്തി സ്ത്രീലിംഗം, ചിത്ര പുല്ലിംഗം. അടുത്ത് ജോഡ്കർ ലിഖേ, മേം പ്ലസ് കി മേരി, ഹം പ്ലസ് കെ ഹമാരെ. ഓക്കെ, അപ്പോൾ അതും പ്ലസ് ചേർത്തിന് എഴുതുക. അടുത്ത 20ാമത്തത് പ്രശ്ന ബനായെ, ആൻസർ കൊടുക്കുക, ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. മേരെ 4 ഭായി ഹെ, എനിക്ക് 4 സഹോദരന്മാരുണ്ട്. അപ്പോൾ എഴുതേണ്ടതാണ് തുമാരെ കിത്തനെ ഭായി ഹെ. അടുത്ത് വരുന്നത് ബിന്ദുവോ ക്രമബദ്ധ കറക്കി ലിഖിയെ. അപ്പോൾ അതുപോലെ തന്നെ കഥാമാലികയിൽ കുറച്ച് കഥകൾ കൊടുത്തിട്ടുണ്ട്. സന്തോഷ് കാ ഫല്, മറ്റേ റൊട്ടിയുടെ കഥ, കുൽഹാടിയുടെ കഥയുണ്ട്. അതായത് ഏതാ വരുന്നത് കുൽഹാടിയുടെ കഥ? അതുപോലെ തന്നെ കഥാമാലികയിൽ ചാപ്റ്റർ 3 സന്തോഷ് കാ ഫല്, ബുദ്ധി കി പരീക്ഷ 4, ലാലച്ച് കാ ഫല് 6, ഏകതാ മേ ബൽ 7, വീർ അഭിമന്യു 8, ഗുരു ഓർ ശിഷ്യ 9. അപ്പോൾ ഇത്രയും ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഈ ഓരോ ചാപ്റ്റർ, അതായത് പേജ് നമ്പർ 109 മുതൽ 120 വരെയുള്ള പാഠങ്ങൾ നന്നായിട്ട് വായിച്ചു വയ്ക്കുക. അതിൽ 3 മോഡലാണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത്. ഫസ്റ്റ് മോഡൽ എന്ന് പറഞ്ഞത് പാരഗ്രാഫ് തന്നിരിക്കും, അത് ഓർഡർ തെറ്റിച്ചായിരിക്കും കൊടുത്തിരിക്കുന്നത്, അത് ക്രമത്തിൽ എഴുതുക. അപ്പോൾ ടെസ്റ്റ് നന്നായിട്ട് വായിച്ചാൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സന്തോഷ് കാ ഫൽ, കുൽഹാടിയുടെ പാഠം, ലാലച്ച് കാ ഫൽ, ഏകതാ മേ ബൽ, അഭിമന്യു, അങ്ങനെയുള്ള ചാപ്റ്ററിൽ നിന്നായിരിക്കും ക്രമബദ്ധം എഴുതാൻ ചോദിക്കുന്നത്. അപ്പോൾ ആ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ 3 മോഡലാണ്. ഫസ്റ്റത്തത് പാരഗ്രാഫ് തന്നിട്ട് ഓർഡർ തെറ്റിച്ച് കൊടുത്തിരിക്കും, അത് കറക്റ്റ് ഓർഡറിൽ. സെക്കൻഡ് എഴുതാനുള്ളത് പാരഗ്രാഫ് തന്നിരിക്കും, താഴെ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആ പാരഗ്രാഫ് വായിച്ച് എഴുതുക. 3ാമത്തെ മോഡൽ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ആൻസർ ചോദിക്കും, 3 മാർക്കിൻ്റെയൊക്കെ. അപ്പോൾ ആ 3 മോഡലും ഈ 5 പാഠത്തിൽ നന്നായിട്ട് പഠിച്ചെഴുതുക. ഓക്കെ, അപ്പോൾ അത് പഠിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ എഴുതാം, മാച്ച് ദ ഫോളോയിങ് എഴുതാം, പാരഗ്രാഫ് എഴുതാം, ക്രമബദ്ധം എഴുതാം. ഇത്രയാണ് ആ 5 പാഠത്തിൽ നിന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ലാലച്ച് കാ ഫൽ എന്ന പാഠമാണ്. അപ്പോൾ ആ ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചാലേ നിങ്ങൾക്കത് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ കറക്റ്റ് ഓർഡറിൽ എഴുതുക. അടുത്ത റോമറ്റർ 6ൽ 10 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും 7 ക്വസ്റ്റ്യൻ്റെ ആൻസർ വേണം ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ ഏത് ക്വസ്റ്റ്യനാണ് എഴുതുന്നത് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ വേണം ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ ഫസ്റ്റ് 1ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയാമെങ്കിൽ അത് കൊടുക്കുക. ഇനി സെക്കൻഡ് അറിഞ്ഞൂടാ എങ്കിൽ അത് എഴുതണ്ട. തേർഡ് അറിയെങ്കിൽ ആ തേർഡ് ക്വസ്റ്റ്യൻ. അങ്ങനെ മൊത്തം 7 ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതിയാൽ മതി. ഇവിടെ 10 എണ്ണം കൊടുത്തിട്ടുണ്ട്. കോൺ ദുബല ഹോഗയ, ആരാണ് മെലിഞ്ഞു പോയത്? ആരാ മെലിഞ്ഞു പോയത്? ലഡുക്ക അല്ലേ? അപ്പം ആൻസർ ലഡുക്ക ദുബല ഹോഗയ. സെക്കൻഡ്, കേരള ഹിന്ദി പ്രചാര സഭ കാ നാം കബ് രഖാ ഗയ, എന്നാണ് കേരള ഹിന്ദി പ്രചാര സഭയുടെ പേര് വന്നത്. അപ്പോൾ കബ് എന്നുള്ളിടത്ത് വേണം ആൻസർ കൊടുക്കേണ്ടത്. 1961, 1961. ഹാത്തി കൈസാത്ത, ആന എങ്ങനത്തേതായിരുന്നു? ആന ബഹുത്ത് ബഡാത്ത, ഹാത്തി ബഹുത്ത് ബഡാത്ത. കിസ്കോ ഉസ്സേ ഡർനാത്ത, ആർക്ക് ആനയെ പേടിയില്ലായിരുന്നു? ആർക്കായിരുന്നു പേടിയില്ലാത്തത്? ലഡുക്കാക്കല്ലോ, ലഡുക്കേക്കോ. അപ്പോൾ അത് ഹാത്തി ഓർ ലഡുക്ക എന്ന പാഠത്തിലുള്ള ക്വസ്റ്റ്യൻ ആൻസറാണ്. അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. അതിലും അതുപോലെ തന്നെയാണ് മേഹനത്ത് കാ ഫൽ, ഹാത്തി ഓർ ലഡുക്ക, പിന്നെ വരുന്നത് കാമന, പിന്നെ രാജ ശിബിയുടെ ചാപ്റ്റർ, വാസുദേവൻ്റെ ചാപ്റ്റർ, ആ സാറിൻ്റെ ചാപ്റ്റർ, അങ്ങനെ 6-7 ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചു വെച്ചാൽ ഇതിൽ വരുന്ന 10 ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഗായിയുടെ പാഠമുണ്ട്. പിന്നെ വരുന്നത് അച്ചിയാദത്ത്, കോൺ കർക്കി ദുലാരി ഹെ, ആരാണ് വീട്ടിൻ്റെ ഓമന? ആരാണ്? ഗായ്. നരേന്ദ്രബാബു കി ദുക്കാൻ കിസ്കി കിനാരത്തെ, 5ാമത്തെ ഓർഡർ ഇടയ്ക്ക് തെറ്റിപ്പോയി. അപ്പോൾ 4ാമത്തെ വരുന്നത് കബൂത്തർ കിസ്കി ഗോതമേ ആകൃത്ത ഹെ, പ്രാവ് ആരുടെ മടിയിലാണ് വന്നിരുന്നത്? ആരുടെ മടിയിലാണ് വന്നിരുന്നത്? രാജ അല്ലേ, രാജാക്കാവ്. അപ്പോൾ അവിടെ ആൻസർ എഴുതേണ്ടത് കിസ്കി എന്നുള്ളിടത്ത് രാജാക്കി. നരേന്ദ്രബാബു കി ദുക്കാൻ കിസ്കി കിനാരത്തെ, നരേന്ദ്രബാബുവിൻ്റെ കട ഏതിൻ്റെ അടുത്തായിരുന്നു? സടക്ക്. കോൺ കർക്കി രാജു ദുലാരി ഹെ, ഗായ്. പിള്ളേജി കാ ദേഹാന്ത് കബ് ഹുവ, അദ്ദേഹം മരിച്ചെന്നാണ്? 25 ജൂലൈ 1962. അപ്പോൾ 25 ജൂലൈ 1962. കോൺ റോസ് സടക്ക് സെ ജായ കർത്താത്ത, ആരാണ് എന്നും റോട്ടിൽ കൂടെ പോകുന്നത്? ആരാ പോകുന്നത്? ഹാത്തി.
മുഹർ ലേക്കർ ലടുക്കി കഹാഗെ, നാണയം കൊണ്ട് പെൺകുട്ടി എവിടെയാണ് പോയത്? ധനിക്ക് കർ. സബേരെ ഉഡ്കർ ക്യാ കർണ ചാഹിയെ, രാവിലെ എണീറ്റ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഹാത്തുർ മുഹ് അച്ചി തരഹ് ധോനാ ചാഹിയെ. അടുത്ത ഏഴാമത്തത് അക്ഷരോമേ ഗിൻതി കി പൂർത്തിയാണ്. 11, 12, 13, 14, 15, 16, 17, 18, 19, 20. അത് 1, 2, 3 എഴുതുക. ഇനി അക്ഷരോമേ ലിഖിയാണ്. 5 എന്ന് പറഞ്ഞത് സവ 5. അപ്പോൾ കാലാണെങ്കിൽ പാവ്, അതായത് 1/4 എന്ന് പറഞ്ഞത് പാവ്. ഇനി 1 4 സവ. അടുത്ത് 2 4 സവാദോ. അപ്പോൾ സവാദോ, അടുത്തത് സവാ 3, സവാ 4, സവാ 5 അങ്ങനെ ചേർത്ത് പോവാം. ഇനി അരയാണെങ്കിൽ ആദാ, 1.5 ഡേഡ്, എസ് ഡായിട്ടിട്ട് ഐ ചിഹ്നം കൊടുത്ത് ചുരുക്കിട്ട ഡേഡ്. 2.5 ഠായി, ചുരുക്കിട്ട ഒരു കുത്തു കൊടുത്തിട്ട് ഠാ ഈ. അടുത്ത് 3.5 സാഡേ തീൻ. ഇനി എല്ലാം സാഡേ ചേർത്ത് പറയാം. സാഡേ തീൻ, സാഡേ 5, സാഡേ 4, സാഡേ 6 അങ്ങനെ പറയാം. ഇനി 3/4 പൗനെ. അപ്പോൾ പൗനെ വരുമ്പോൾ ഒന്ന് കൂട്ടി പറയണം. പൗനെ 1, പൗനെ 2, പൗനെ 3 അങ്ങനെ വരും. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ഇനി മഹിനോങ്ക നാം തോർത്ത് ലിഖെ. 10/8/2024. അപ്പോൾ 10 പറയുന്നത് 10. 8 എന്ന് പറഞ്ഞത് മാസമാണ്. അപ്പോൾ മാസങ്ങളുടെ പേരാദ്യം പഠിക്കുക. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഓക്കെ, ഇനി ഇവിടെ 2000 ആണ് കൊടുക്കുക. 2000 പറഞ്ഞത് 2024. അപ്പോൾ 10 പറയുന്നത് 10. 8ാമത്തെ മാസം ഏതാണ്? ഓഗസ്റ്റ്. 2024 2024. ഇനി ഇപ്പോഴത്തെ പരീക്ഷ വരുന്നത് 8/8/2026. അപ്പോൾ 8 പറയുന്നത് 8. 8ാമത്തെ മാസം ഏതാണ്? ഓഗസ്റ്റ്. 2026 2026. ഓക്കെ, അപ്പോൾ അത്ര എഴുതുമ്പോൾ 3 മാർക്ക് കിട്ടും. ഇനി റോമറ്റ് 8 വരുന്നത് കിൻഹി 2 പ്രശ്നമൊക്കെ ഉത്തർ 2 വാക്യമേ ലിഖിയ. ഏതെങ്കിലും 2 ചോദ്യങ്ങളുടെ ഉത്തരം 2 വാക്യത്തിൽ എഴുതാം. ഇവിടെ 3 കൊടുത്തിട്ടുണ്ട്. കേരള ഹിന്ദി പ്രചാര സഭാക സംസ്ഥാപക് കോൺ ഹെ, ആരാണ് കേരള ഹിന്ദി പ്രചാര സഭയുടെ സ്ഥാപകൻ? അപ്പോൾ ആരെന്ന് എഴുതാം? സ്വർഗീയ ശ്രീ കെ വാസുദേവൻ പിള്ള. ഈ സംസ്ഥാക നാര ക്യാത്ത, എന്താണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ മുദ്രാവാക്യം? അപ്പോൾ ഈ സംസ്ഥാക നാര ജയ് ഹിന്ദി. അത്ര എഴുതുമ്പോൾ 3 മാർക്ക് കിട്ടി. അടുത്ത ഹാത്തി കൈസാത്ത, ആന എങ്ങനത്തെയായിരുന്നു? ഹാത്തി ബഹുത്ത് ബഡാത്ത. കിസ്കോ ഉസ്സേ ഡർനാത്ത, ആർക്ക് പേടിയിലായിരുന്നു? ലടുക്കേക്കോ ഉസ്സേ ഡർനാത്ത. ലാസ്റ്റത്തത് മഹിള രാമകൃഷ്ണ പരമഹംസക്കെ പാസാക്കർ ക്യാ ബോലി. മഹിള രാമകൃഷ്ണ പരമഹംസിൻ്റെ അടുത്ത് വന്നിട്ട് എന്താണ് പറഞ്ഞത്? അപ്പോൾ മഹിള രാമകൃഷ്ണ പരമഹംസക്കെ പാസാക്കർ ബോലി സ്വാമിജി യഹിലെടുക്കാം ബഹുത്ത് ഗുഡുകാത്ത ഹെ. സ്വാമി, എൻ്റെ മകൻ ഒരുപാട് മധുരം കഴിക്കുന്നു. ആ പിസ്കോ സമച്ചായി, താങ്കൾ ഇവനെ മനസ്സിലാക്കി കൊടുത്താലും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയും പഠിച്ചപ്പോൾ തന്നെ ഏതാണ്ട് പകുതി മാർക്കോളം കിട്ടി. ഇനി വരുന്നത് കവിതയാണ്. നഹി ചാഹ് ഹേ ധൻകി മുജുക്കോ. കാമനയുടെ പദ്യമാണ്. നഹി ചാഹ് ഹേ ധൻകി മുജുക്കോ, എനിക്ക് ധനത്തോട് ആഗ്രഹമില്ല. ദീൻ ദുഃഖിക്കോ അപ്പനാവോ, ദീനരെയും ദുഃഖിതരെയും ഞാൻ സ്വന്തമാക്കും. ഈ സുമതി ദോ വിദ്യാധന്തോ, അല്ലയോ ഭഗവാനെ എനിക്ക് വിദ്യയാകുന്ന ധനവും നല്ല ബുദ്ധിയും തന്നാലും. ജൻ സേവാമേ ലഘുജാവു, ഞാൻ എന്ത് ചെയ്യാൻ? ജനങ്ങളെ സേവിക്കുക. അപ്പോൾ അത് മലയാളത്തിൽ എഴുതുക. അപ്പം നഹി ചാഹ് ഹേ ധൻകി മുജുക്കോ, നഹി എന്താണ്? ഇല്ല, ചാഹ് ആഗ്രഹം, ധൻകി മുജുക്കോ ധനത്തോട്, അപ്പം എനിക്ക് ധനത്തോട് ആഗ്രഹമില്ല. ദീൻ ദുഃഖിക്കോ അപ്പനാവും, ദീനരെയും ദുഃഖിതരെയും ഞാൻ എന്ത് ചെയ്യാം? സ്വന്തമാക്കാം. ഈ സുമതി ദോ വിദ്യാധന്തോ, സുമതി എന്താണ്? ബുദ്ധി. ഭഗവാനെ എനിക്ക് നല്ല ബുദ്ധിയും വിദ്യയാകുന്ന ധനവും തന്നാലും. ജൻ സേവാമേ ലഘുജാവ്, ഞാൻ എന്ത് ചെയ്യാൻ? ജനങ്ങളെ സേവിക്കാം. അപ്പോൾ അക്ഷരത്തെറ്റില്ലാതെ കറക്റ്റായിട്ട് എഴുതുക കേട്ടോ. അപ്പോൾ കാമന പദ്യം നന്നായിട്ട് വായിച്ചു പഠിക്കാം. ഏതെങ്കിലും 4 വരി ചോദിക്കും. 4 വരിയുടെ മലയാളമാണ് എഴുതേണ്ടത്. ഇനി സഹീമില, ഇത് നല്ല എളുപ്പമാണ്. ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. നന്നായിട്ട് വരച്ച് നല്ല നീറ്റായിട്ട് എഴുതുക. അപ്പോൾ ഇവിടെ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞത്, ഇവിടെ ലടുക്കി ഉണ്ടെങ്കിൽ ഇവിടെ ഇപ്പുറത്ത് എന്ത് കാണും? ധനി കാണും, അല്ലെങ്കിൽ റൊട്ടി കാണും. ലക്കട് ഹാരയാണെങ്കിൽ പുൽഹാടി കാണും. മേൽജോല് അന്ത ലങ്കടയൊക്കെ ഉണ്ടെങ്കിൽ അപ്പുറത്തെ കോളത്ത് എന്ത് കാണും? ഏകത കാണും. ഇനി ശിക്കാരിയാണെങ്കിൽ ചിടിയ കാണും. കൽക്കത്തയാണെങ്കിൽ ബംഗാളി പഠിക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ക്ലൂ എന്നാണ് പറഞ്ഞത് കേട്ടോ.
അപ്പോൾ ആ ക്ലൂ നന്നായിട്ട് ഓർമ്മിച്ച് വയ്ക്കുക. അപ്പോൾ വേ ഏക്ക് സമയ സർക്കാരി കാം കെ സംബന്ധമേ കൽക്കത്ത രഹി രഹേത്തെ. അപ്പോൾ അവിടെ വരുന്ന വാക്കെന്നാണ് കൽക്കത്ത വന്നു. അപ്പോൾ ഇവിടെ ആര് കാണും? ബംഗാളി പഠിക്കാൻ കാണും അല്ലേ. അപ്പോൾ ഉൻഹോനെ ബംഗാളി സീഖന ശുരു കിയ. അദ്ദേഹം ബംഗാളി പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു. शिकारियों ने दूर से शेर के अकेले बच्चे को घूमते देखा. വേട്ടക്കാരൻ ദൂരെ നിന്ന് സിംഹത്തിൻ്റെ കുഞ്ഞ് ഒറ്റയ്ക്ക് കറങ്ങി നടക്കുന്നത് കണ്ടു. അപ്പോൾ ഇവിടെ ശിക്കാരി ഉണ്ടെങ്കിൽ ഇവിടെ സ്വാഭാവികമായിട്ട് ആര് കാണും? ചിടിയ അല്ലേ. അപ്പോൾ ഇസേ പക്കടക്കർ കിസി ചിടിയ ഖാനേക്കോ ബേച്ച് ദേനെ സേ റുപ്പയ മിലേക. അപ്പോൾ ഇതിനെ പിടിച്ചെവിടെയെങ്കിലും കൊടുക്കുകയാണെങ്കിൽ, ഏതെങ്കിലും സൂവിൽ കൊടുക്കുകയാണെങ്കിൽ പൈസ കിട്ടുമെന്ന് ആര് ചിന്തിച്ചു? വേട്ടക്കാരൻ ചിന്തിച്ചു. ലഡ്കിക്കോ സബ്സെ ചോട്ടി റൊട്ടി മിലി. പെൺകുട്ടിക്ക് ഏറ്റവും ചെറിയ റൊട്ടി കിട്ടി. ഉസ്മേസെ സോനിക്ക് ഏക്ക് മുഹർ നിക്കലി. അതിലെന്തുണ്ടായിരുന്നു? ഒരു സ്വർണ്ണ നാണയം. അപ്പം മുഹറുണ്ട്, ലഡ്ക്കിയുണ്ട്. അപ്പം ഇപ്പുറത്തെന്ത് കാണും? ധനിയാണ് അല്ലേ. അതാണ് അതിൻ്റെ കുളു. ധനീനെ കഹാ യഹ് തുമാരെ സന്തോഷ കാ പുരസ്കാർ ഹേ. ധനികൻ പറഞ്ഞു, ഇത് നിങ്ങളുടെ സന്തോഷത്തിൻ്റെ പുരസ്കാരമാണ്. അപ്പം നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ നമുക്കതിൻ്റെ ഫലം കിട്ടും. അപ്പോൾ എപ്പോഴും സത്യം പറയുക, നല്ലത് ചെയ്യുക. मेलजोल की करामत से ലങ്കടെ കോ ഠാങ്കെ മിലി ഓർ അന്ധേ കോ ആങ്കെ മിൽ ഗയി. അപ്പോൾ ഒത്തൊരുമയോട് പ്രവർത്തിച്ചത് കൊണ്ട് അന്ധനും മുടന്തനും എന്ത് ചെയ്തു? തൻ്റെ ജീവൻ രക്ഷപ്പെടാൻ പറ്റി. അപ്പോൾ ലങ്കട എന്താണ്? മുടന്തന് ഠാങ്കെ മിലി എന്താണ്? ടാങ്ക് കാല് കിട്ടി. ഓർ അന്ധേക്കോ ആങ്കെ മിൽ ഗയി. അന്ധന് കണ്ണ് കിട്ടി. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? ഇപ്പോഴത്തെ ആൻസർ എന്താ വരുന്നത്? ഏകത അല്ലേ. കിസീനെ ടീക്കി ഹി കഹാ ഹെ ഏകതാമേ ബൽഹെ. ഐക്യമാണ് മഹാബലം. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, കുൽഹാടി ഉണ്ടെങ്കിൽ ഇവിടെ ലക്കഡ്ഹാര കാണും, അന്ധ ഉണ്ടെങ്കിൽ ഏകത കാണും, ലടുക്കി ഉണ്ടെങ്കിൽ റൊട്ടിയോ ധനികനോ കാണും, ശിക്കാരി ഉണ്ടെങ്കിൽ ചിടിയ കാണും, കൽക്കത്ത ഒക്കെ ഉണ്ടെങ്കിൽ അപ്പുറത്ത് ബംഗാളി കാണും. അടുത്ത് കിൻഹി ദോ പ്രശ്നോക്കെ ഉത്തർ ദോ വാക്യമേ ലിഖിയ. ഇവിടെ 4 കൊടുത്തിട്ടുണ്ട്. അതും കഥാമാലികയിൽ വരുന്ന പാഠങ്ങളാണ്. അതിലേതെങ്കിലും 4 പാഠം നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. ധനീനെ ലടുക്കീസെ ക്യാ കഹ. ധനികൻ പെൺകുട്ടിയോട് എന്താണ് പറഞ്ഞത്? അപ്പോൾ ഇതിൻ്റെ ചെറിയ കുളുവൊക്കെ ഈ കോളത്തിൻ്റെ അകത്ത് കിട്ടും. അപ്പോൾ ധനികൻ എന്താ പറഞ്ഞത്? ഇതിൻ്റെ സന്തോഷത്തിൻ്റെ പുരസ്കാരമാണ്, നീ തന്നെ എടുക്കുക അല്ലേ. അപ്പോൾ ആ കോളത്തിൽ കിടപ്പുണ്ട്. ധനീനെ കഹ യഹ് തുമാരെ സന്തോഷ് കാ പുരസ്കാർ ഹേ. അപ്പോൾ ബുദ്ധി ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ നോക്കി എഴുതാൻ പറ്റും. ഓക്കെ, എപ്പോഴും കിട്ടണമെന്നില്ല, ചിലപ്പോൾ കിട്ടും. ബഡാ ബച്ച ബാഹർ ക്യാ കർത്താത്ത. വലിയ കുട്ടി അവിടെ പുറത്ത് എന്ത് ചെയ്യായിരുന്നു? കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. ആര്? മറ്റേ സിംഹത്തിൻ്റെ കുട്ടി. അപ്പോൾ അത് നോക്കി എഴുതുക. അന്താ ഒരു ലങ്കട കൈസെ ഖത്തരേസെ ബാഹർ ഹോക്കെ. അന്ധനും മുടന്തനും എങ്ങനെയാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്? അപ്പോൾ അതിനെക്കുറിച്ച് എഴുതുക. ഗോവിന്ദ് രാണ്ടേനെ നായിസെ ക്യാ കഹ. അത് ബംഗാളി ഭാഷ പഠിക്കുന്നതിനെക്കുറിച്ച്. അപ്പോൾ ഈ 4 പാഠം ടെസ്റ്റ് നന്നായിട്ട് വായിച്ച് എഴുതുക. അപ്പോൾ ഇവിടെ ഒരു 6 മാർക്കാണ് നമുക്ക് പ്രയാസമായിട്ട് വരുന്നത്. ബാക്കിയെല്ലാം സ്കോർ ചെയ്ത് 94 മാർക്ക് കിട്ടും. അടുത്ത് വരുന്നത് 9ാമത്തത് ശബ്ദവും കോ ക്രമബദ്ധ കറക്കെ വാക്കി ലിഖെ. ആയിയെ ആപ്പ് അന്തർ. അപ്പോൾ കറക്റ്റായിട്ട് എഴുതാം. എന്ത് എഴുതാം? ആപ്പ് അന്തർ ആയിയെ. ലടുക്കി വഹാ ഏക്ക് ഹേ. എങ്ങനെ എഴുതാം? വഹാ ഏക്ക് ലടുക്കി ഹേ. അധ്യാപക് पर कुर्सी बैठते हैं. എന്താ പറയുക? അധ്യാപക് കുർസി पर बैठते हैं. ദവാത്ത് മേ ലാൽ സ്യാഹി ഹേ. വഹ് കലം സെ ലിഖ്താ ഹേ. ഇതൊക്കെ സിമ്പിളാണ്, ഇതൊക്കെ കിട്ടും. അപ്പോൾ ഈ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കി ബാക്കിയൊന്നും കളയരുത്, അതൊക്കെ കൃത്യമായിട്ട് എഴുതുക. അടുത്ത ലാസ്റ്റ് വരുന്നത് പാരഗ്രാഫാണ്. അഭിമന്യു അർജുൻ കാ ബേട്ടാത്ത. അഭിമന്യു അർജുൻ്റെ മകനാണ്. ശ്രീകൃഷ്ണയ്ക്ക് ബഹൻ സുഭദ്ര ഉസ്കി മാതി. ശ്രീകൃഷ്ണൻ്റെ സഹോദരി സുഭദ്രയാണ് അർജുൻ്റെ അമ്മ. 16 സാൽ കാ അഭിമന്യു ഏക്ക് വീർത്ത. 16 വയസ്സുള്ള അഭിമന്യു ഒരു വീരനായിരുന്നു. മഹാഭാരതിക്ക് ലഡായ്മയും കൂതുക്കർ അഭിമന്യു വീര സ്വർഗ് പാസക്ക. മഹാഭാരത യുദ്ധത്തിൽ അകപ്പെട്ട് അഭിമന്യു വീരമൃത്യു വരിച്ചു. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ താഴെ നോക്കി എഴുതുക. അഭിമന്യു കോൺത. അഭിമന്യു ആരായിരുന്നു? അപ്പോൾ ക്വസ്റ്റിൻ്റെ ആൻസർ ഫസ്റ്റ് സെൻറ്റൻസ് തന്നെ കൊടുത്തിട്ടുണ്ട്. അഭിമന്യു വീർത്ത. ഉസ്കി മാതാ കാ നാം ക്യാ താ. അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പേരെന്താണ്? ഉസ്കി മാതാ കാ നാം സുഭദ്ര. വഹ് കൈസാ വ്യക്തി താ. എങ്ങനത്തെ വ്യക്തിയായിരുന്നു? വഹ് ഏക്ക് വീർത്ത. 16 സാൽ കാ അഭിമന്യു ഏക്ക് വീർത്ത. അഭിമന്യു കിസ് പ്രകാർ മർ ഗയ. എങ്ങനെയാണ് മരിച്ചത്? മഹാഭാരതിക്ക് ലഡായ്മേ കൂതുക്കർ അഭിമന്യു വീര സ്വർഗ് പാസക. അപ്പോൾ ഒന്നാമത്തെ ആൻസർ ഒന്നാമത്തെ വരിയിലുണ്ട്, രണ്ടാമത്തെ ആൻസർ രണ്ടാമത്തെ വരിയിലുണ്ട്. അപ്പോൾ അങ്ങനെ കറക്റ്റ് നോക്കി എഴുതുക. ഫുൾ 4 മാർക്കും കിട്ടും. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ. ഇനി നമൂനയ്ക്ക് ആൻസർ ലിഖിയേ. ജൈസെ തും സ്കൂൾ ജാവോ. നിങ്ങൾ സ്കൂളിൽ പോകുവിൻ. ആ സ്കൂൾ ജായിയെ. താങ്കൾ സ്കൂളിൽ പോയാലും. അങ്ങനെയാണെങ്കിൽ അതേപോലെ താഴെ നോക്കി എഴുതുക. തും ആം ഖാവോ. നിങ്ങൾ മാങ്ങ കഴിക്കുവിൻ. ആ ആം ഖായിയെ. താങ്കൾ മാങ്ങ കഴിച്ചാലും. അരുൺ ഗേന്ദ് ഖേൽത്താ ഹേ. അരുൺ പന്ത് കളിക്കുന്നു. അമൽ ഗേന്ദ് ഖേൽ രഹാ ഹേ. അമൽ പന്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു. അതേപോലെ
ഗോപാൽ മിഠായി ഖാത്താ ഹെ. ഗോപാൽ എന്ത് ചെയ്യുന്നു? മിഠായി കഴിക്കുന്നു. അനിൽ മിഠായി ഖാത്തി ഹെ. വഹ് ലഡ്കാ ഹെ വേ ലഡ്കേ ഹെ. അവൻ ആൺകുട്ടിയാണ്, അവർ ആൺകുട്ടികളാണ്. യഹ് ഔരത്ത് ഹെ. അപ്പോൾ ഔരത്തിൻ്റെ ബഹുവചനം ഔരത്തെ. ലഡ്കേടത് ലഡ്കേ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എഴുതേണ്ടത്. രാം ഘർ ജായേഗ. രാമൻ വീട്ടിൽ പോകും. രമ ഘർ ജായേഗി. രമ വീട്ടിൽ പോകും. അപ്പോൾ രാമൻ വന്നുകൊണ്ടാണ് അത് ജായേഗ ആയത്. അത് രമ വന്നപ്പോൾ ജായേഗിയായി. അപ്പോൾ ബോയ്സ് എഴുതുമ്പോൾ പുല്ലിംഗാകുമ്പോൾ എപ്പോഴും എ വെച്ച് ചേർത്ത് എഴുതുക അല്ലേ. സ്ത്രീലിംഗാണെങ്കിൽ ഈ ചേർത്ത് എഴുതുക. സൂരജ് സ്കൂൾ ആയേഗ. സൂര്യ സ്കൂൾ ആയേഗി. സൂരജ് സ്കൂളിൽ വരും. സൂര്യൻ സ്കൂളിൽ വരും. ഇനി 10ാമത്തത് ഇതിൻ്റെ ഹിന്ദി എഴുതണം. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുക. അപ്പം നിങ്ങൾ തും രാവിലെ സബേരെ. അപ്പോൾ തും വരുമ്പോൾ എന്ത് ചേർക്കണം? ഓ. അപ്പോൾ തും സബേരെ ഉഠോ. ഇവിടെ നല്ല മഴ. ഒക്കെ ഉറക്കെ പറയാമേ. താങ്കൾ എവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നു? ആപ് കഹാ ജാ രഹേ ഹൈ. രാജു ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടാകും. രാജു അംഗ്രേസി ബോൾത്താ ഹോഗ. അവൻ മൈതാനത്ത് പന്ത് കളിച്ചു. വഹ് മൈതാൻ മേ ഗേന്ദ് ഖേല. ഇവർ ആൺകുട്ടികളാകുന്നു. ഏ ലഡ്കേ ഹൈ. ഇനി ലാസ്റ്റത്തെ ഹാൻഡ് റൈറ്റിംഗ് ആണ്. അപ്പോൾ ഇത്രയാണ് എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് പഠിച്ച് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് എഴുതി പ്രാക്ടീസ് ചെയ്യണം. ഇവിടെ ആൻസർ ചെയ്യാൻ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കി കൃത്യമായിട്ട് ബുക്കിൽ വ്യക്തമായി എഴുതി പഠിക്കുക കേട്ടോ. ഓരോ വാക്കുകൾ എങ്ങനെയൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത്, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കും വരാതെ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് ഫുൾ മാർക്കും കിട്ടും. റാങ്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. ഇവിടെ എല്ലാത്തിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളിങ്ങനെ മറച്ച് നോക്കി എഴുതുക കേട്ടോ. നന്നായിട്ട് എഴുതുക. 3-4 പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നല്ല മാർക്ക് കിട്ടും, ഫുൾ മാർക്കും കിട്ടും. അപ്പോൾ ഈ 1ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുമ്പോൾ തന്നെ ഏതാണ്ട് നിങ്ങൾക്ക് പരീക്ഷയുടെ ഒരു ഭയമൊക്കെ മാറും. ഓക്കെ, ഇതുപോലെ 2025-ൻ്റെയും 2026-ൻ്റെതും വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻ പേപ്പറും നന്നായിട്ട് വായിച്ച് പഠിച്ച് പരീക്ഷയ്ക്ക് നന്നായിട്ട് എഴുതുക. അപ്പോൾ എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഓൺലൈൻ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ 3 ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ ബേസ് ചെയ്ത് ഓൺലൈൻ ക്ലാസ് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്തേ. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂടെ ഇത് അയച്ചു കൊടുക്കുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും